പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വേപ്പില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് 2 പിടി വേപ്പില എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി വേപ്പില ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നവരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേപ്പില റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് വേപ്പിലയുടെ കളറൊക്കെ മാറി അതങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി കൈകൊണ്ട് എടുത്തിങ്ങനെ പൊടിച്ചു നോക്കുമ്പോൾ വേപ്പില പൊടിഞ്ഞു വരണം. ആ ഒരു പരുവം വരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേപ്പില ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പുമാണ്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അത് ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്തു. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കണം. മുഴുവൻ മല്ലിയും കുരുമുളകും ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും മല്ലിയും മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വരും. ഈ സമയത്ത് ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണം. കായം കൂടി ചേർത്ത് കൊടുത്തിട്ട് കായം ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒക്കെ മതിയാവും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. 3 4 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. വേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തു. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആയിട്ടല്ല ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഒരു തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറിവേപ്പില കൊണ്ടുള്ള ചട്നി പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് സൂക്ഷിച്ചു വെക്കാം. ചൂടോടുകൂടി വെച്ചാൽ അത് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു സ്പൂൺ ചട്നി പൗഡർ എടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ദോശയുടെ കൂടിയോ ഇഡ്ഡലിയുടെ കൂടിയോ ചോറിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാവുന്നതാണ്. കറിവേപ്പില നമ്മൾ സാധാരണ കറിയിലൊക്കെ ചേർത്ത് കൊടുത്താലും എല്ലാവരും അതെടുത്ത് കളയലാണ് പതിവ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കറിവേപ്പിലയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി, കറിവേപ്പില കൊണ്ടുള്ള ചട്നി പൗഡർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹെൽത്തിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്